TVM എന്ന് പറയുന്നത് മൊത്തത്തിൽ കുറ്റം പറയുകയല്ല കേട്ടോ. മൊത്തത്തിൽ കാലിനടിയിൽ നിന്ന് മണ്ണടിച്ച് പോകുന്നത് നമ്മൾ അറിയില്ല. അവിടെയാണെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾ അറിയുന്നു. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ കഴിയുക. നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുക. ഞാനൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ അവന്റെ പോക്ക് കണ്ടാത്തൊന്നും അവൻ എന്തായാലും മറ്റേ ഗസറ്റ് ഓഫീസർ റാങ്കി പോകണമെന്ന്. ഞാൻ പോകുന്നത് കക്കൂത്ത് പോരാനാണെന്നുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ മാസം നിലമേലൊരു ഹോട്ടൽ, എന്റെ സുഹൃത്ത് രാജു ഹോട്ടലിൽ പുള്ളിക്കാരൻ പറഞ്ഞ ട്രെയിനേജ് പോരാൻ ആളില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൂടാം. അങ്ങനെ ഞാൻ എന്റെ 2 സുഹൃത്തുക്കളെ പോയി രാത്രി വെളുക്കുന്ന വരെ ട്രെയിനേജ് പോയി. ഒരു കുഴപ്പമില്ല, ആരും അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ TDRFിനോട് പറയാനുള്ളത്, ഇത് താലൂക്കെന്നല്ല നിങ്ങൾ വെക്കേണ്ടത്. നിങ്ങൾ T മാറ്റണം, നിങ്ങൾ I ആക്കണം. നിങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായി മാറട്ടെ എന്ന് സർവേശ്വരൻ നിങ്ങൾ മാതൃകയാവട്ടെ. നിങ്ങൾ മറ്റുള്ള ജില്ലക്കാർക്ക് മാതൃകയാവട്ടെ. മാതൃക ഇപ്പൊ അറിയാം. അസീസ് സാറ് ഇപ്പൊ ഞാൻ പറഞ്ഞു, അസീസ് സാറ് മെനിങ്ങാന്നാണ് എന്നെ വിളിക്കുന്നത്. കാരണം മെനിങ്ങാന്ന് വിളിച്ചു, മുജീബൊക്കെ വിളിച്ചു, അതുപോലെ ഉഷ അവരെയൊക്കെ വിളിച്ചു. അപ്പൊ എല്ലാവരും ഞാൻ വിചാരിച്ച ആരും വരൂലെന്നാണ് വിചാരിച്ചത്. ഇന്ന് രാവിലെ 3 മണിയായപ്പോ എന്നെ മുജീബൊക്കെ വിളിക്കുന്നു. ഞാൻ എവിടെ എത്തിയെണ്ണ? മുജീബിക്കാന് വയസ്സുണ്ട് കേട്ടോ. എനിക്ക് 52 വയസ്സുണ്ട്. മുജീബിക്ക് അത്രയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ ആ താടിയിൽ വെയിറ്റ് കൊണ്ട് അണ്ണാന്നേ വിളിക്കുള്ളൂ. താടിയിൽ വെയിറ്റ് കൊണ്ട് പിന്നെ മൂത്ത മോള് എന്നെക്കാലം പ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്. അപ്പോ എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനൊരു നിറഞ്ഞ വേദി, അതുപോലെ എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തി. അതിലുപരി സന്തോഷം തോന്നി എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം, ഒരു പ്രളയം നടക്കുന്ന സത്യം അങ്ങനെ പോകാറില്ല. പോകുമ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കണം. അപ്പൊ ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരണമെങ്കിലോ അവിടുത്തെ ജോലി മുടങ്ങി പോകുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നപ്പോൾ ഞാൻ അസീസാറിനെ വിളിക്കും, സാറേ എനിക്ക് ചൂരൽമലയിലൊന്നും പോകണം. അപ്പൊ അസീസാർ ഉടനെ തന്നെ അവിടെ ഒരാളിനെ പരിചയപ്പെടുത്തി. അവിടെ പോയി കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, പ്രകൃതി എന്ന് പറയുന്ന സാധനം ഇത്രയ്ക്ക് ക്രൂരനാണോ എന്നെനിക്ക് തോന്നി. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ പാറക്കല്ലുകൾ ഉരുണ്ടു വന്നിരിക്കുന്നു. എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്നൊന്നും ഒരു പിടിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു അച്ഛൻ, ഒരു 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ വിഷമത്തോട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഗസ്റ്റുകൾ ഇങ്ങനെ വന്ന് പൊക്കോണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ മണ്ണിന്റെ അടിയിലാണ്. അദ്ദേഹത്തിന്റെ വേദന നിങ്ങൾ അപ്പോഴും ഇവിടെ ആൾക്കാർ തള്ളി കയറുകയാണ് അങ്ങോട്ട് പോകേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാരും ഒരിക്കലും അവിടെ വിദേശത്തുള്ള ആൾക്കാരെയൊന്നും അങ്ങോട്ട് ഒരിക്കലും പോകാൻ അനുവദിക്കണം. അവിടെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന അറിയോ? പുറത്ത് നിൽക്കുന്ന കാണുന്നവരൊരു ചുക്കും അറിയില്ല. പിന്നെ അവരോടൊപ്പം വന്നു ചാനലിന്റെ മുന്നിലോ പത്രത്തിന്റെ മുന്നിലോ വന്നു 2 കള്ളക്കണ്ണീർ ഒഴുകി അങ്ങ് പോകും. പത്രത്തിന് ഫോട്ടോ വരാനും വാർത്ത വരാനും. അവിടെ കഷ്ടപ്പാടുന്നത് നിങ്ങളെപ്പോലുള്ള സംഘാടകരാണ്. ഞാൻ കണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മതസംഘടനകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ TDR പോലുള്ള ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ് എല്ലാവരും സാന്നിധ്യമുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ടാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സമീപനമായിരുന്നു അവിടെ ഏറ്റവും വലുതെന്നാണ് എനിക്ക് അവിടെ കാണാൻ കഴിയും. വളരെ അവസാനമാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതിലുപരി എന്തായാലും നിങ്ങളുടെ ഈ ഒരു സംരംഭം കോർഡിനേറ്റ്, ഇങ്ങനൊരു ചിന്ത ഉദിച്ചത് ആരെ തലയിലാണെങ്കിലും ആ തല എനിക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത് വല്ലാത്തൊരു ഐഡിയ ആയിരിക്കും. കാരണം ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്ത് എന്റെ നാട്ടിൽ കരമന വെള്ളം കയറിയപ്പോൾ ഞാൻ നീന്തിപ്പോയാണ് പാമ്പിനെ പിടിച്ചത്. അവരൊരു വള്ളവും വന്നില്ല, ബോട്ടും വന്നില്ല, ദുരന്ത സേനയും വന്നില്ല, ആരെയും കണ്ടില്ല. ഇവിടെ നിങ്ങളോട് വന്നപ്പോ ഇത്രയും പേര്, അത് മനോഹരമായി നിങ്ങളുടെ ഷർട്ട്, മനോഹരമായ പാൻസ്, മനോഹരമായ TDRF എല്ലാവരും ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അസീസാർ സുരേഷ് ഞങ്ങളുടെ മെമ്പറാണ്. എനിക്കൊന്നും തന്നില്ല അസീസാർ, എനിക്കൊന്നും തന്നില്ല. ഞാൻ ഇട്ടുകൊണ്ട് വന്നത് മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു TDR. അപ്പൊ ഞാൻ വെച്ച് എനിക്കൊരു ബാൻഡൊക്കെ തരും, തൊപ്പിയൊക്കെ തരും, ഇവിടെ വന്നിട്ട് എന്റെ പാൻറ്റൊക്കെ അഴിച്ചു വാങ്ങിച്ചിട്ട് വേറെ പാൻറ്റ് തരുമൊക്കെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്നും തന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഒന്നും തന്നില്ല. എന്തായാലും സന്തോഷം. നിങ്ങളുടെ എന്താ പറയുന്നത് TDRF അല്ലെ? അപ്പൊ ഞാൻ നമ്മുടെ മുജീബിക്കാട് ചോദിക്കുന്നത് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഉഷ പുറകിന്ന് പറഞ്ഞു താലൂക്ക് ദുരന്ത നിവാരണ സേന. അപ്പൊ ഞാൻ പറഞ്ഞു നിവാരണമാണെങ്കിൽ എന്നില്ലല്ലോ, 6 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞ് F എന്ന് പറഞ്ഞു. അപ്പൊ ഫോഴ്സ്, അപ്പൊ സേന എന്നാണ്. അപ്പൊ ഞാൻ F എന്താണെന്ന് വെച്ചാൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ലോകത്തിന് മാതൃകയാവട്ടെ. നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെ ഒരു ചാനലിന് മുന്നിൽ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളെ കുറ്റം പറയുന്നവരെ ഒരു ചാനലിന് മുന്നിലോ ഒരു പൊതുവേദിയിലോ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് എനിക്ക് നിങ്ങളുടെ കർമ്മത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ എല്ലാവരും കോടീശ്വരന്മാരാണ്.
എല്ലാവരും സാധാരണക്കാരാണ്. നിങ്ങൾ ഇരിക്കുന്നവരെല്ലാം സാധാരണക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മുടെ പരിചയപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഓടിയെത്തുന്നു. അവിടെ തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് നിങ്ങളൊരു RCC കേസ് വന്നെങ്കിൽ ഞാൻ പോകണം. വേറെ ആരെങ്കിലും പറഞ്ഞ് എന്റെ കുഞ്ഞമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, എന്റെ കൊച്ചപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, എന്റെ അയലോക്കത്തുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഒഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഓടി ഇത്രയും ശ്രദ്ധ. ഇപ്പോൾ നായുടെ കാര്യം പറയുന്നു. നായുടെ കേസ് സാർ എനിക്ക് സാറിന് രാവിലെ എനിക്ക് വാട്സാപ്പിൽ ഇട്ട് വന്നിട്ടുണ്ട്. ഒരു ഡെപ്പി കുടിക്കുക സാധനം വാട്സാപ്പിൽ ഇട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രീമാൻ അസീസ് സാറിന്റെ വാട്സാപ്പിൽ എനിക്ക് എല്ലാം പോസ്റ്റ് ചെയ്യും. എന്ത് വാർത്ത വന്നാലും എനിക്ക് കിട്ടുവാനുണ്ട്. അത് പ്രത്യേകിച്ച് അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നു. അപ്പോ നിങ്ങൾക്ക് ഇവരെയൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം നിങ്ങളെയൊക്കെ വന്ന് കാണാനും നിങ്ങൾ ചെയ്യുന്ന എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എനിക്ക് ആകെ 10 കൈയിടുക, പാമ്പിനെ പിടിക്കുക, എവിടെയെങ്കിലും കൊണ്ടുവിടുക, ഇത് മാത്രമേ എനിക്കുള്ളൂ. എനിക്കല്ലാതെ എന്താ പറയുക, നിങ്ങൾ പോയി മരം മുറിക്കാനോ അല്ലെങ്കിൽ കലം കീറാനോ കുടം വെട്ടാനോ എനിക്ക് പോകാൻ സമയം കിട്ടുകയില്ല. ആ സമയത്തായിരിക്കും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ സഹോദരി വളരെ സീരിയസ് ആയിട്ട് 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ആരും അറിഞ്ഞില്ല. ഞാൻ പോയി കൂട്ടിരുന്നു. ഞങ്ങൾ ICUലൊക്കെ ആയിരുന്നു കൊണ്ടുവന്നു. ഞാൻ ഈ കഴിഞ്ഞ മാസം 10 ദിവസം വളരെ സീരിയസ് ആയിട്ട് കിടന്നു. ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി 10 ദിവസം വളരെ സീരിയസ് ആയിട്ട് കിടന്നു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് രാത്രി അറ്റാക്കൊന്നും ചാവാനുള്ളതാണ്. പിന്നെ ഞാൻ അവസരോചിതമായി ഒരാളിനെ വിളിച്ചുകൊണ്ട് എന്റെ ചെസ്റ്റ് പെയിനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റി. 1 മണിക്ക് വിളിച്ചിട്ട് 3:30ക്കാണ് ഡോക്ടർമാർ വന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും 1 മണിക്ക് സീരിയസ് ആയി. രാത്രി 1 മണിക്ക് 3:30ക്ക് എത്തി, പെട്ടെന്ന് എത്തി അവര്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു 5 മിനിറ്റൂടെ കഴിഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. അസീസ് സാർ തന്നെ വാട്സാപ്പിൽ ഒരു ഫോട്ടോ എടുത്ത സൈഡിൽ വെച്ചിട്ട് ഹാരം ഇട്ട് വെച്ചാൽ വാവാത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച പുകഞ്ഞു പോയി എന്നുള്ളത് ഇവിടെ വെച്ചാൽ അങ്ങനെ മാത്രമേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ അറിയുമ്പോൾ നിങ്ങളുടെ കർമ്മം നിങ്ങൾ നമ്മുടെ ഭൂമിയിലോട്ട് അയച്ചതാണ് ഒരാൾ അയച്ചു. അത് പ്രകൃതിയാവാം, ചിലപ്പോൾ ഒരു മരമാവാം. ആരോ നമുക്കൊരു ദൗത്യം നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു. ആ ദൗത്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടതാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ എന്താ പറയുക